നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും നിർഭാഗ്യവാനായ താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ. കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റോളം വളരാൻ സഞ്ജുവിന് സാധിച്ചെങ്കിലും ടീമിലെ സ്ഥിര സാന്നിധ്യമായി മാറാൻ സഞ്ജുവിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഗൗതം ഗംഭീർ പരിശീലകനും സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനുമായ ശേഷം T20 ഓപ്പണർ സ്ഥാനത്തേക്ക് സഞ്ജു എത്തിപ്പെട്ടു. സമീപകാലത്തായി മികച്ച ചില പ്രകടനങ്ങളോടെ കസറാനായി. T20 3 സെഞ്ചുറികളോടെ റെക്കോർഡ് പ്രകടനം നടത്താനും സഞ്ജുവിന് സാധിച്ചു. സഞ്ജു സാംസണിന് ശേഷം ഇന്ത്യക്കായി അരങ്ങേറിയ പലരും ടീമിലെ അഭിവാജ്യ ഘടകങ്ങളായി മാറിയെങ്കിലും സഞ്ജുവിന് ഇതുവരെ ടീമിലെ സ്ഥിര സാന്നിധ്യമായി മാറാൻ സാധിച്ചിട്ടില്ല. സഞ്ജുവിന്റെ കരിയറിലേക്ക് നോക്കുമ്പോൾ താരത്തിന്റെ കരിയറിനെ പിന്നോട്ടടിച്ച ചില കാര്യങ്ങൾ കാണാനാകും. ഇതെന്തൊക്കെയാണെന്ന് നോക്കാം. മിക്ക ക്രിക്കറ്റ് താരങ്ങളുടെയും കരിയറിലെ വളർച്ചയ്ക്ക് അവരുടെ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷനുകൾ നൽകിയ പിന്തുണ വിലമതിക്കാനാവാത്തതാണ്. എന്നാൽ സഞ്ജുവിന്റെ കരിയറിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ഈ പിന്തുണ കുറവാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി കരിയറിന്റെ തുടക്കം മുതൽ സഞ്ജുവിന് ഭിന്നതയാണ് ഉണ്ടായിരുന്നത്. സഞ്ജു KCയുടെ അനുമതിയില്ലാതെ ടീം വിട്ടതിന് താരത്തിനെതിരെ നടപടിയും എടുത്തിരുന്നു. ഏറ്റവും ഒടുവിലായി ടീം തിരഞ്ഞെടുപ്പ് ക്യാമ്പിൽ പങ്കെടുക്കാത്തതിനാൽ KCയെ വിജയ് ഹസാരെ ട്രോഫിയിൽ നിന്ന് തഴഞ്ഞു. സഞ്ജുവിനെ വളർത്താൻ KCയെ കാര്യമായി ഒന്നും ചെയ്തിട്ടില്ലെന്നതാണ് വസ്തുത. സഞ്ജുവിന്റെ കരിയറിലെ ഉയർച്ചയ്ക്ക് കാരണം രാജസ്ഥാൻ റോയൽസിലേക്ക് എത്തിയതാണ്. IPL മിന്നും പ്രകടനമാണ് സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി തുറന്ന് നൽകിയത്. KCയുമായുള്ള അഭിപ്രായ ഭിന്നത സഞ്ജുവിനെ കരിയറിൽ പിന്നോട്ടടിച്ച പ്രധാന കാരണങ്ങളിലൊന്നാണ്. സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രശ്നം സ്ഥിരത കുറവാണ്. ബാറ്റിംഗിലെ പ്രതിഭ നോക്കുമ്പോൾ സഞ്ജു കേമനാണ്. താരത്തിന്റെ കരിയറിൽ അത്ഭുതപ്പെടുത്തുന്ന പല പ്രകടനങ്ങളും കാണാനാകും. വലിയ സിക്സറുകൾ നേടാൻ കഴിവുള്ള സഞ്ജു അനായാസമായി പുൾ ഷോട്ട് കളിക്കാനും കഴിവുള്ളവനാണ്. സ്പിന്നർമാർക്കെതിരെ ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ ശേഷിയുണ്ടെന്നതാണ് സഞ്ജുവിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. എന്നാൽ സഞ്ജുവിന്റെ സ്ഥിരത എന്നും പ്രശ്നമാണ്. ഒന്നോ രണ്ടോ മികച്ച പ്രകടനങ്ങൾക്ക് ശേഷം സഞ്ജു പിന്നോട്ട് പോകുന്നു. രാജസ്ഥാൻ റോയൽസിനായി ഏറെ നാളുകളായി കളിക്കുന്ന സഞ്ജു ഒരു IPL സീസണിലാണ് 500-ലധികം റൺസ് നേടിയത്. ഇന്ത്യക്കൊപ്പം ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും സെഞ്ചുറി പ്രകടനങ്ങൾ നടത്താൻ സഞ്ജുവിനായി. എന്നാൽ കഴിഞ്ഞ ഇംഗ്ലണ്ട് പരമ്പരയിൽ മികച്ചൊരു പ്രകടനം പോലും നടത്താൻ അദ്ദേഹത്തിനായില്ല. സഞ്ജുവിന്റെ സ്ഥിരത കുറവ് അദ്ദേഹത്തിന്റെ വളർച്ചയെ തടഞ്ഞ പ്രധാന പ്രശ്നമായി തന്നെ പറയാം. മിക്ക താരങ്ങളുടെയും വളർച്ചയിൽ മുൻ താരങ്ങളുടെ അടക്കം പിന്തുണ വലിയ പങ്ക് വഹിക്കുന്ന കാര്യമാണ്. മുംബൈ, ഡൽഹി താരങ്ങൾക്കാണ് ഈ കാര്യത്തിൽ കൂടുതൽ പിന്തുണ ലഭിക്കുന്നത്. സഞ്ജുവിന് പിന്തുണ നൽകാൻ പ്രമുഖർ ഇല്ലാത്തത് വലിയൊരു പ്രശ്നമാണ്. സഞ്ജുവിനെ വിമർശിക്കാനാണ് കൂടുതൽ പ്രമുഖർക്കും താല്പര്യം. സുനിൽ ഗവാസ്കർ, സഞ്ജയ് മഞ്ജുരേക്കർ തുടങ്ങിയ മുൻ താരങ്ങളായ കമന്റേറ്റർമാരടക്കം സഞ്ജുവിന് എതിരാണ്. സഞ്ജുവിനെ വളർത്താൻ ആരും തന്നെ ശ്രമിച്ചിട്ടില്ല. സ്വന്തം കഠിന പ്രയത്നം കൊണ്ടാണ് സഞ്ജു ഇതുവരെ എത്തിയത്. സഞ്ജുവിനെ പിന്തുണച്ചവരിൽ എടുത്തു പറയേണ്ടത് രാഹുൽ ദ്രാവിഡിനെയാണ്. അദ്ദേഹത്തിന്റെ പിന്തുണ കരിയറിന്റെ പല ഘട്ടത്തിനും സഞ്ജുവിന് സഹായമായി മാറിയിട്ടുണ്ട്. ഇക്കാര്യം സഞ്ജുവിന്റെ പിതാവടക്കം ഒരിക്കൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്.